നമസ്കാരം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. കഴിഞ്ഞ അധ്യായത്തിൽ വിവരിച്ചത് ശുഗൻ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നതാണ്. അവിടുത്തെ കാഴ്ചകളെല്ലാം മനോഹരമായി വിവരിച്ചിരുന്നു. അവിടെ അദ്ദേഹത്തെ പരിചരിക്കാൻ ഏർപ്പെടുത്തിയ സ്ത്രീകൾ അദ്ദേഹത്തിൽ കാമമോഹിതരായെങ്കിലും അദ്ദേഹം അതിൽ ഒട്ടും സന്തോഷിച്ചില്ല, ദുഃഖിച്ചതുമില്ല. ശുഗൻ നിസ്സംഗനാണല്ലോ. അദ്ദേഹം സ്വസ്ഥനായി തന്നെ അവിടെ കഴിഞ്ഞു. വളരെ മനോഹരമായ ധാരാളം അലങ്കാരപ്പണി ചെയ്തതും വലിയ വിലയുള്ള വിരിപ്പോടു കൂടിയതും അഴകുള്ളതുമായ കിടക്ക ആ സ്ത്രീകൾ അദ്ദേഹത്തിന് നൽകി. കാൽ കഴുകി കുശപണിയായിരുന്ന സായം സന്ധ്യയെ ഉപാസിച്ച് അദ്ദേഹം ധ്യാനത്തിൽ മുഴുകുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു യാമം ധ്യാനനിമഗ്നനായി ഇരുന്നിട്ട് പിന്നെ ഉറങ്ങി. പിന്നീട് ഉണർന്ന് ധ്യാനത്തിൽ മുഴുകി കഴിഞ്ഞു. പിന്നെയും അദ്ദേഹം പ്രഭാതകർമ്മങ്ങൾ നിർവഹിച്ച ശേഷം ധ്യാനനിമഗ്നനായി തീർന്നു. അദ്ദേഹം മിക്ക സമയത്തും ധ്യാനത്തിൽ മുഴുകി ഇരിക്കുകയാണ്. ഇപ്പോൾ ജനക മഹാരാജാവിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പവിത്രതയെപ്പറ്റി മനസ്സിലാക്കാനാണല്ലോ വ്യാസൻ ശുഗനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അപ്പോൾ ജനകൻ ശുഗന് എന്തെല്ലാം ഉപദേശങ്ങളാണ് നൽകുന്നതെന്നാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും വിവരിക്കുന്നത്. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അഷ്ടദശോധ്യായഃ. അധ്യായം 18. ജനകൻ ശുഗന് നൽകുന്ന ഉപദേശം. സൂത ഉവാച. ശ്ലോകം 1. ശ്രുത്വാ തമാഗതം രാജാ മന്ത്രിഭിः സഹിതഃ ശുചിഃ പുരോഹിതം കൃത്വാ ഗുരുപുത്രം സമഭ്യഗാത. ഗുരുപുത്രനായ ശുഗൻ വന്നിരിക്കുന്നുവെന്ന് കേട്ട് ജനക മഹാരാജാവ് മന്ത്രിമാരോടുകൂടി ശുചിയായി പുരോഹിതനെ മുൻനിർത്തി അദ്ദേഹത്തിൻ്റെ സന്നിധിയിലെത്തി. ശ്ലോകം 2. കൃത്വാർഹണാം നൃപഃ സമ്യക് ദത്താസനമനുത്തമം പപ്രച്ഛ കുശലം ഗാം ച വിനിവേദ്യ പയസ്വിനീം. രാജാവ് അത്യുത്തമമായ ആസനം നൽകി അദ്ദേഹത്തെ പൂജിച്ചു. കറവ പശുവിനെ നൽകിയിട്ട് കുശലം ചോദിച്ചു. ശ്ലോകം 3. സച താം നൃപപൂജാം വൈ പ്രതിഗൃഹ്ണാദ്യഥാവിധി പപ്രച്ഛ കുശലം രാജ്ഞേ സ്വം നിവേദ്യ നിരാമയം. രാജാവ് ചെയ്ത പൂജ അദ്ദേഹം യഥാവിധി സ്വീകരിച്ചു. പിന്നെ താൻ കുശലിയാണെന്ന് അറിയിച്ചിട്ട് രാജാവിൻ്റെ ക്ഷേമം അന്വേഷിച്ചു. ശ്ലോകം 4. കൃത്വാ കുശലസംപ്രശ്നം ഉപവിഷ്ടം സുഖാസനെ ശുഗം വ്യാസസുതം ശാന്തം പര്യപൃച്ഛത പാർത്ഥിവഃ. കുശലപ്രശ്നം ചെയ്ത ശേഷം സുഖാസനത്തിലിരിക്കുന്ന ശാന്തനും വ്യാസസുതനുമായ ശുഗനോട് രാജാവ് അന്വേഷിച്ചു. ശ്ലോകം 5. കിം നിമിത്തം മഹാഭാഗ നിസ്പൃഹസ്യ ച മാം പ്രതി ജാതം ഹ്യാഗമനം ബ്രൂഹി കാര്യം തന്മുനിസത്തമാം. ഹേ മഹാഭാഗനായ മുനെ, ഒന്നിലും ആസക്തിയില്ലാത്ത അങ്ങ് എൻ്റെ അരികിലേക്ക് വരാൻ എന്താണ് കാരണമെന്ന് പറഞ്ഞാലും. 5 ശ്ലോകമാണ് പാരായണം ചെയ്തത് 18-ാം അധ്യായത്തിൽ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.